മേനേജർ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പാല ടൗണിൽ തന്നെ പാല മുനിസിപ്പാലിറ്റിയിൽ പാല ടൗണിന് തൊട്ടടുത്തായിട്ട് ഒരു 16 സെന്റ് സ്ഥലത്തില് ഒരു 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന 2 നില വീട്, എന്നാൽ ഒറ്റ നിലയുടെ സൗകര്യങ്ങളാണ് എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള നല്ല ഒരു അടിപൊളി വീട് വിൽപ്പനയ്ക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ എന്താണെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് പിടുത്തം കിട്ടി കാണുകയില്ല. നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം പോകാം. കാരണം വീടിന്റെ അകത്ത് 5 ബെഡ്റൂമുള്ള വീടാണ്. അതില് താഴത്തെ നിലയിൽ ഒരു ലിവിങ് ഏരിയ, ഗസ്റ്റ് ലിവിങ് ഏരിയയും ഒരു ബെഡ്റൂമുമാണ് ഉള്ളത്. മുകളിലത്തെ നിലയിൽ 4 ബെഡ്റൂമും അതുപോലെ തന്നെ കിച്ചണ്, ഹോള്, ഡൈനിങ്, സിറ്റ് ഔട്ട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും മുകളിലത്തെ നിലയിലുമുണ്ട്. അങ്ങനെ മുകളിലും താഴെയും വാഹനം വന്ന് നിർത്താവുന്ന രീതിയിലുള്ള സൗകര്യങ്ങളുമുണ്ട്. കിണർ വെള്ളവുമുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ വീതിയുള്ള റോഡ് സൈഡിലാണ്. ഹൈവേയിൽ നിന്നും വെറും 100 മീറ്റർ ദൂരം മാത്രം വീടിന്റെ അങ്ങോട്ടേക്കുള്ള ദൂരം, വെറും 100 മീറ്റർ ദൂരം. അതാണ് ടൗണിന്റെ ഒത്ത നടുക്ക്. എന്നാൽ ടൗണിൻ്റെതായ ഒരു ശല്യവും ഇല്ലാത്ത രീതിയിലും അങ്ങനെയുള്ള നല്ല അടിപൊളി വീട്. ചോദിക്കുന്ന വില 1,70,00,000 രൂപ മാത്രം. നെഗോഷ്യബിൾ. ഇത് നമ്മൾ വീതിയുള്ളൊരു ടാർ റോഡിലാണ് നിൽക്കുന്നത്. ഹൈവേയിൽ നിന്നും 100 മീറ്റർ ദൂരം വന്നതേ ഉള്ളൂ. ഇത് ഈ വഴി എന്ന് പറയുന്നത് 100 മീറ്റർ ദൂരമേ ഉള്ളൂ. വീഡിയോ വൈഡ് ആംഗിളിൽ ഇട്ടെടുത്തുകൊണ്ട് റോഡിൻ്റെ വീതി കുറവായിട്ട് തോന്നിച്ചേക്കാം, പക്ഷേ നല്ല വീതിയുള്ള റോഡാണ്. മേളിൽ കാണുന്ന ഈ വീടാണ് നമ്മൾ കാണുവാനായിട്ട് വന്നത്. ചുറ്റിലുമുള്ള വീടുകളൊക്കെ നമുക്ക് കണ്ടു നോക്കാം. ഇത് നമുക്ക് ടാർ ചെയ്യുവാനായിട്ടുള്ള റോഡാണിത്. ഇത് ടാർ ചെയ്തു തരുന്നതാണ്, ഈ ദിവസങ്ങളിൽ തന്നെ ടാർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഗേറ്റ് കണ്ട് നമ്മൾ മുറ്റത്തേക്ക് പ്രവേശിക്കുമ്പോൾ ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിരിക്കുന്ന മുറ്റമാണ്. നല്ല ഭംഗിയായിട്ട് ബാംഗ്ലൂർ സ്റ്റോണൊക്കെ വിരിച്ച് നല്ല അടിപൊളിയാക്കിയിരിക്കുന്ന മുറ്റമാണ്. നല്ല മുറ്റവും സൗകര്യങ്ങളും ഇവിടെ നമുക്ക് കാണാം. ഇവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന വീട് നമുക്ക് കാണാം. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ കാണുന്നത്. നല്ല നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയായിട്ട് കാണുവാൻ സാധിക്കുന്ന രീതിയിൽ നല്ല അടിപൊളി വ്യൂവിലിരിക്കുന്ന നല്ല അടിപൊളി വീടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു ഗാർഡനൊക്കെ ചെയ്യുവാനായിട്ടുള്ള സ്പേസ്. ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വീട് കാണാം. ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സ്കൂള് കാണാം. ഒരു CBSE സ്കൂളുമായിട്ടുള്ള ദൂരമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത്രയും CBSE സ്കൂളുമായിട്ട് അടുത്തിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ ഇത് ഈ സൈഡിലൂടെയൊക്കെ ഇഷ്ടംപോലെ മുറ്റമുണ്ട്. അങ്ങനെ നമ്മൾ ഇതാണ് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ആ ബെഡ്റൂം തുറക്കാൻ പറ്റത്തില്ല. കാരണം പണിക്കാർ സാധനങ്ങളൊക്കെ വെച്ച് അടച്ചിരിക്കുകയായിട്ട് അവരുടെ കയ്യിലെ താക്കോലെന്നാണ് ഓണർ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഈ ജനലിക്കൂടെ ആ വീഡിയോ എന്ന് കാണിച്ചത്. ഇത് കാർ പോർച്ച് നമ്മൾ കണ്ടു. അതുപോലെ സിറ്റ് ഔട്ട്, ഇത് അടിപൊളി സിറ്റ് ഔട്ടാണ്. അതുപോലെ ഫ്രണ്ട് എല്ലാം പാനൽ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് വാളെല്ലാം പാനൽ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത്. ഡബിൾ പാളി ഡോറാണ് ഇവിടെ കാണുന്നത്. നല്ല ഫ്രഞ്ച് വിൻഡോയൊക്കെ ഉള്ള നല്ല അടിപൊളി ജനല്. നമ്മൾ അകത്തേക്ക് കയറി, ഫ്രണ്ട് ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ നല്ല രൂപക്കൂടിനുള്ള നല്ല അടിപൊളി പോയിന്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. നമ്മൾ ജനലിക്കോട്ടെ കണ്ട ഡോറിൻ്റെ ദൃശ്യങ്ങൾ വലതുവശത്തെ ബെഡ്റൂമിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ്. ഇതാണ് മേളത്തെ നിലയുടെ ദൃശ്യങ്ങൾ. അപ്പോൾ താഴത്തെ നില എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ഇവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അതുപോലെ വേണമെങ്കിൽ ഗസ്റ്റ് റൂമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു ബെഡ്റൂം കൂടിയാണ് ഇവിടെ. ഇതാണ് ജനൽപ്പാളികളുടെ ടോപ്പൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ താഴത്തെ നില ഇതാണ് ആ ബെഡ്റൂമിൻ്റെ ഡോറ്. അപ്പോൾ ഇവരൊരു ഗസ്റ്റ് റൂമും ഒരു ഗസ്റ്റ് വിസിറ്റിംഗ് ഏരിയയും മാത്രമായിട്ടാണ് ഇവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. ആ ഒരു രീതിയിൽ തേക്കിൻ തടി കൊണ്ടുള്ള ഡോറുകൾ, തേക്കിൻ തടി കൊണ്ടുള്ള പാനലിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇവിടെ രൂപക്കൂടിനുള്ള പോയിന്റ് അങ്ങനെ നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന ഒരു ഏരിയ. ഇവിടുന്ന് നമുക്ക് നേരെ മുകളിലത്തെ നിലയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. നേരെ സ്റ്റെയർ കേസ് വരെ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. 1,70,00,000 രൂപയാണ് ചോദിക്കുന്ന വില. നെഗോഷ്യബിൾ പ്രൈസാണ്. ഇവിടുന്ന് നമ്മൾ നേരെ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് എത്തുകയാണ്. ഇവിടെ മുകളിലത്തെ നിലയിൽ തന്നെ 4 ബെഡ്റൂം ഉണ്ട്. 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ല അടിപൊളി ബെഡ്റൂമുകളാണ്. കയറി ചെല്ലുന്ന ഭാഗത്തൊരു പാനലിംഗ് വർക്കാണ് ഈ കാണുന്നത്.
അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ വർക്കുകൾ ഇവിടെ ചെയ്തിരിക്കുന്ന ജിപ്സം വർക്കുകൾ ചെയ്തിരിക്കുന്നത് കാണാം. ബാൽക്കണിയിലേക്ക് പോകുന്ന വഴിയാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇവിടെയാണ് ഡൈനിങ് അതുപോലെ തന്നെ ഫാമിലി ലിവിങ് സ്പേസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ടി വി യൂണിറ്റ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് കാണാം. നമുക്ക് ആദ്യമേ ഇവിടുത്തെ ഈ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. താഴത്തെ നിലയിൽ ഇതേ സ്പേസിൽ തന്നെയാണ് ബെഡ്റൂം കൊടുത്തിരിക്കുക. ബെഡ്റൂമുകളെല്ലാം സാമാന്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ട്യൂബ് ലൈറ്റ്, ഒരു ഫാൻസി ലൈറ്റ്, അങ്ങനെ എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഓരോ ബെഡ്റൂമിലും കൊടുക്കുന്നതാണ്. 100% പണി കംപ്ലീറ്റ് ആയിട്ടില്ല. കുറച്ചുകൂടി പണികൾ ഫിനിഷ് ചെയ്യുവാനായിട്ടുണ്ട്. നല്ല കാറ്റും വെളിച്ചവും കയറാവുന്ന രീതിയിൽ ഇതുണ്ട്. ഈ ബെഡ്റൂമിൽ നിൽക്കുമ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു സീനറികളൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. മുകളിൽ ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡ് ഇതാണ് ഡ്രസ്സിങ് ഏരിയ ആണ്. റൈറ്റ് സൈഡിൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഫിറ്റിങ്സുകൾ, ക്ലോസറ്റ് അങ്ങനെയുള്ളതൊക്കെ സെറ്റ് ചെയ്യുവാനായിട്ടുണ്ട്. അതെല്ലാം സെറ്റ് ചെയ്തു തരുന്നതാണ്. ആദ്യമേ തന്നെ പിടിപ്പിക്കാത്തതിൻ്റെ കാരണം ആരും ഉപയോഗിക്കാതിരിക്കാൻ ആണ്. പണിക്കാരൊക്കെ വരുമ്പോൾ ആരും ഉപയോഗിക്കാതിരിക്കാനാണ് ഏറ്റവും ലാസ്റ്റേ പിടിപ്പിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. എല്ലാ പണികളും തീർത്തിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഉപയോഗിക്കുക. ഒരാൾക്കൊരു വീട് കൊടുക്കുമ്പോൾ ആരും ഉപയോഗിക്കാത്ത വീട്, ആരും ഉപയോഗിക്കാത്ത ടോയ്ലറ്റ് അങ്ങനെ കൊടുക്കുക എന്നുള്ള കൺസെപ്റ്റ് വെച്ചാണ് ഇതുവരെയും പിടിപ്പിക്കാത്തത് എന്നാണ് പറഞ്ഞത്, ക്ലോസറ്റ് പിടിപ്പിക്കാത്തത്. ഇവിടെ ഒരു ഡോറ് കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ വീടിനകത്തേക്കുള്ള ഒരു എൻട്രൻസ് ആയിട്ട്, മേളിൽ നിന്നുള്ളൊരു എൻട്രൻസ് ആയിട്ട് വരുന്നത്. നമുക്കിത് TV യൂണിറ്റ് ഇവിടെ കാണാം. ടൗണിൻ്റെ ഒത്ത നടുക്കുന്നത് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത ബെഡ്റൂമിൻ്റെ ഡോറ്, അകത്തേക്ക് കയറുന്ന ഡോറ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. നല്ല ഒരു വലിപ്പമുള്ള ബെഡ്റൂമുകളൊക്കെ തന്നെയാണ് ഇവിടെയും. ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അപ്പുറത്തെ ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെ കബോർഡും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ടോയ്ലറ്റ്, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്. വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഒരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിലവിൽ 3 ബെഡ്റൂമാണ് കണ്ടത്. താഴത്തെ നിലയിൽ 1 ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമും ഇവിടെ മേലത്തെ നിലയിലെ 3ാമത്തെ ബെഡ്റൂമാണ് ഇവിടെ കാണുന്നത്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കുമാണ് ലോൺ ചെയ്തു കൊടുക്കുക. നമ്മൾ ഏത് ബാങ്കിൽ നിന്നാണ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മൾ പല ബാങ്കുകളുമായിട്ടും കണക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ കേട്ടിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഏത് ബാങ്കാണ് ബെറ്റർ എന്നുള്ളത് ഓരോരുത്തരുടെയും പ്രൊഫൈല്. ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും ജോലിയുടെ സ്വഭാവങ്ങൾ വ്യത്യാസങ്ങളുണ്ട്. അവരുടെ സാലറി സർട്ടിഫിക്കറ്റുകളിലെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നോക്കിയിട്ട് ഏത് ബാങ്കായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്.
അവിടുന്ന് നേരെ കിച്ചണിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കിച്ചണാണ് ഇവിടെ. ഒരു പ്രത്യേക കളർ കോഡ് മാത്രം കൊടുത്തുകൊണ്ട് നല്ല ക്യൂട്ടായിട്ട് പണി തീർത്തിരിക്കുന്ന കിച്ചൺ. അടിപൊളി കിച്ചണാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഫ്രിഡ്ജ് വെക്കുവാനായിട്ടുള്ള പോയിന്റാണ്. ഡബിൾ ഡോർ ഫ്രിഡ്ജും വയ്ക്കുവാനായിട്ടുള്ള സ്പേസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കുവാനായിട്ടുള്ള പോയിന്റ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ലൊക്കേഷനാണ്. നല്ല പള്ളി പോകാനൊക്കെ ആയിട്ട് നടന്നു പോകാനായിട്ടുള്ള ദൂരമേ ഉള്ളൂ. ഹൈവേയിലേക്ക് ഇറങ്ങുവാനായിട്ട് 100 മീറ്റർ ദൂരമേ ഉള്ളൂ. അതുപോലെ തന്നെ കടകളിലേക്ക് ഇറങ്ങുവാനായിട്ട് 100 മീറ്റർ ദൂരമേ ഉള്ളൂ. തൊട്ടടുത്തൊക്കെ നല്ല സ്ഥാപനങ്ങളും അതുപോലെ സ്കൂളുകൾ ഇങ്ങനെയൊക്കെയുള്ള പല പല പ്രസ്ഥാനങ്ങളൊക്കെ തൊട്ടടുത്തുള്ളതാണ്. പാല ടൗണിലേക്ക് ജസ്റ്റ് 5 മിനിറ്റ് കൊണ്ട് പാല ടൗണിലേക്ക് കുരിശുപള്ളി ജംഗ്ഷനിലേക്ക് നടന്നു വരുവാനായിട്ടുള്ള ദൂരമേ ഉള്ളൂ. അങ്ങനെ അടിപൊളി ലൊക്കേഷനിലിരിക്കുന്ന വീട്. ഇത് പുറത്തേക്ക് ഇറങ്ങി ഇവിടുത്തെ സിറ്റ് ഔട്ട് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ താഴെ നിന്നൊരു വഴി കയറി പോരുന്നത് കണ്ടു. അത് ഇങ്ങോട്ടുള്ള ഗേറ്റാണ് ഈ കാണുന്നത്. ഇവിടെ വരെയും റോഡ് ടാർ ചെയ്തു തരും. അവിടുന്ന് നമുക്ക് ഇവിടെ വണ്ടി ഇട്ടിട്ട് ഇവിടുന്ന് നേരെ നടന്ന് ഇങ്ങോട്ട് കയറാം. അടുക്കളയിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നതൊക്കെ ഇവിടെ ഇട്ട് ഇവിടുന്ന് എടുത്തങ്ങ് വയ്ക്കാം. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ രീതിയിൽ നല്ല രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടും സ്ഥലവും 1,70,00,000 രൂപ ചോദിക്കുന്ന നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വീടും സ്ഥലവും സ്വന്തമാക്കണം എന്ന ആഗ്രഹമുള്ളവർ മീനച്ചൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. എത്രയും പെട്ടെന്ന് വന്ന് നേരിട്ടൊന്ന് കാണുക. നിങ്ങൾക്ക് വീട് നേരിൽ കാണുമ്പോൾ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി എന്ന് മാത്രം പറയുക. ഞങ്ങൾ ഓണറെ വിളിക്കും. നിങ്ങൾക്ക് നേരിട്ട് നമ്മൾ ഒന്നിച്ച് നിന്ന് വില പേശി സംസാരിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് സംസാരിച്ച് വില നെഗോഷിയേഷൻ ചെയ്ത് നമുക്ക് അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടിപൊളി വീട്, അടിപൊളി ലൊക്കേഷൻ. ഇതാണ് ഫ്രണ്ട് ബാൽക്കണിയിൽ നിൽക്കുമ്പോഴത്തെ വ്യൂ കാണുന്നത്. അപ്പോൾ പുതിയ വീഡിയോസുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.